The first is 3.5 million Epstein files that have not yet been released. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്സ്റ്റീൻ ഫയലുകളുടെ പട്ടികയിൽ 3.5 മില്യൺ ഫയലുകൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഗുരുതരമായ സാഹചര്യം. Please understand, there are 3.5 million files which are still held secret by the US government. These files have information about the Prime Minister of India. 3.5 മില്യൺ സീക്രട്ട് ഫയൽസ്, രഹസ്യമായ ഫയലുകൾ എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നതിന്റെ കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരും ഉണ്ടായിരിക്കുമെന്ന ഭയമാണ് അവരെ ഭയപ്പെടുത്തിയിരുന്നത്. The information that has been released on Mr. Hardeep Puri and on Mr. Anil Ambani is targeted at the Prime Minister of India. ഹർദീപ് പുരി എന്ന കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചും അനിൽ അംബാനി എന്ന ഈ ഭരണകൂടത്തിന്റെ ഇഷ്ടപ്പെട്ട തോഴനായ വ്യവസായിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അത് അതിന്റെ ആരംഭം മാത്രമായിരുന്നു. ആ വിവരങ്ങളുടെ വഴി അത് നേരെ ചെന്നെത്തുമായിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കായിരുന്നു. And the second weapon held to the head of India's Prime Minister is the Adani case in America. രണ്ടാമത്തെ സമ്മർദ്ദം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുഭവിച്ചതും അത് തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടതും ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരൻ, ആ കോർപ്പറേറ്റിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില കേസുകൾ അമേരിക്കയിൽ സജീവമായി നിലനിൽക്കുകയായിരുന്നു. അതും ഇവരെ ഭയപ്പെടുത്തുന്ന ഘടകമായിരുന്നു. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് കേവലം വ്യവസായ മേഖലയിലെ ഒരു പ്രസ്ഥാനം മാത്രമല്ല. Adani is the financial infrastructure of the BJP and the Prime Minister of India. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും സാമ്പത്തിക സൗകര്യങ്ങളുടെ അടിത്തറയുടെ പേരാണ് ഗൗതം അദാനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the United States has put a case on Mr. Adani. Mr. Adani cannot leave the country today. ഇന്ത്യയുടെ ഈ വ്യവസായ പ്രമുഖനെതിരെ അമേരിക്കയിൽ വളരെ ഗുരുതരമായ ഒരു കേസ് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് രാജ്യം വിടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായ കേസ്. And the threat to the Prime Minister is very clear, that if you do not do what we want, we will release to everybody your entire financial architecture of you and the BJP. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രഹസ്യ വിവരങ്ങൾ ഓരോന്നും അത് ഞങ്ങൾ പുറത്തുവിടുമെന്നുള്ള ഭീഷണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മേലെ സമ്മർദ്ദമായി വന്നത്. These two reasons are the cause for the Prime Minister to take a JCB and start destroying India's foundation. ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കർഷകരെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ അടിത്തറക്ക് നേരെ JCBയുമായി വന്ന് അമേരിക്കയ്ക്ക് വേണ്ടി അതിനെ തകർക്കാനുള്ള നയങ്ങൾ ഈ കരാറിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. Indian farmers are being sacrificed so that the Prime Minister can protect himself and can protect the foundation, the financial foundation of the BJP. സ്വയം സംരക്ഷണത്തിന് വേണ്ടിയും തന്റെയും പാർട്ടിയുടെയും സാമ്പത്തിക അടിത്തറക്ക് വേണ്ടിയും ഇന്ത്യയുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട കർഷകരെയാണ് ഈ ഭരണകൂടം ബലി കൊടുത്തിരിക്കുന്നത്, കുരുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And we are not going to allow the farmers of India and Kerala to be sacrificed by the Prime Minister of India. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് അനുവദിക്കാൻ നമ്മൾ ഒരുക്കമല്ല. ഇന്ത്യയുടെ കർഷകനെ കുരുതി കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As far as Kerala is concerned, we are having a process of building our manifesto. I would encourage all of you to be part of that discussion and tell the people who are building the manifesto to include the points that you have raised. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജനങ്ങളുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളുന്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രകടന പത്രികയുടെ നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പരാതികൾ പറയാൻ വന്ന, നിർദ്ദേശങ്ങൾ പറയാൻ വന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ അത് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനും അതിനുശേഷം ജനങ്ങൾ എടുക്കുന്ന തീരുമാനപ്രകാരം വരുന്ന ഭരണ സംവിധാനത്തോട് അത് നടപ്പിലാക്കാൻ പറയാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And I think the next government in Kerala, the UDF government, should keep in mind that Kerala's foundation is Kerala's farmers and Kerala's laborers. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ജനത,
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ അടിത്തറയും ഈ പാവപ്പെട്ട കർഷകർ തന്നെയാണ് എന്നുള്ള ഓർമ്മ ആ ഭരണകാലം മുഴുവൻ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന്. And instead of Kerala's farmers coming to the government with problems, Kerala's government should go to the farmers as a service provider. പരാതികളുടെ പരിവേദനങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ കർഷകർക്കുണ്ടാവാൻ പാടില്ല. അടുത്ത UDF ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു, അവർക്കുള്ള സേവനത്തിന്റെ പട്ടികയുമായി അവരെ ചെന്ന് കാണാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്ന സാഹചര്യം അതിവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന് അടുത്ത ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടും. What the farmers need is not very complicated. അവരുടെ ആവശ്യങ്ങൾ അത് ലളിതമാണ്. They need protection on price. അവർക്ക് വില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉണ്ടായിരിക്കണം. Minimum support price. അവർക്ക് മിനിമം താങ്ങുവില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരിക്കണം. They need a cold chain and storage facilities. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കാനും സംഭരിക്കാനും അത് പ്രോസസ് ചെയ്യാനും കഴിയാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. And they need protection in difficult times. Protection in difficult times. അത് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണ കവചമായി ഒരു സർക്കാർ പ്രവർത്തിക്കണം. So, thank you very much for inviting me here. Thank you very much for inviting me here. And the final thing which I'd like to leave you with, I've been a member of Parliament of Kerala of Wayanad. ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. അവസാനമായി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ മനോഹരമായ നാടിന്റെ ജനപ്രതിനിധിയാവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. And I have seen with my own eyes the tragedy of man-animal conflict. എന്റെ കണ്ണുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന നേരിൽ വന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ വന്യമൃഗ ശല്യത്തിന്റെ പേരിലുണ്ടാവുന്ന ദുരന്തങ്ങൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. This is a complicated problem, everybody understands. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. The next government is going to look at this problem with sensitivity and with a technological mindset. ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാൻ അടുത്ത ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടും. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കണം. അതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ പരമാവധി ഉപയോഗത്തോടെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ ജനതയെ മോചിപ്പിക്കാനുള്ള നടപടികൾ അടുത്ത ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to put together the best people to come out with a solution for this problem. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തെവിടെയാണെങ്കിലും ഇതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണോ കഴിയുന്നത് അവരുടെ സേവനം അടുത്ത ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കും എന്ന വാക്കും ഉറപ്പും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. We will try our best to reduce this problem as much as possible. മനുഷ്യ സാധ്യമായതിന്റെ അങ്ങേ അറ്റം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. Thank you very much. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം.